അവരാ കുട്ടിയെ കൊന്നില്ലല്ലോ, അതന്നെ ഒരു മഹാഭാഗ്യം. അന്യസംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ കുട്ടീനെ ലോഡ്ജിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ആ കുട്ടീനെ ശിശുക്ഷേമ വകുപ്പ് ഏറ്റെടുത്തു. അടിപൊളി. ആ കുട്ടിക്ക് നല്ലത് മാത്രം പറ്റേ. നിധി പോകുന്നതിന് ഞങ്ങൾക്ക് നല്ല വിഷമമാണ്. ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഞങ്ങൾ അവളെ കണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഞങ്ങൾ നോക്കിയത്. ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും മാഡംസും എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയതാന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അറിഞ്ഞു. ഒരു വിഷമം തോന്നിയിരുന്നോ? തോന്നിയിരുന്നു. കാരണം ഈ ബേബി ഇവിടെ ഡെലിവറി ആയി അവർ ലൂർദിലേക്ക് റെഫർ ചെയ്ത് പോയിട്ട് അവിടെ അവർ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അപ്പൊ അന്ന് ഡെലിവറി ആയ ദിവസം ഞാനുണ്ടായിരുന്നു ഡ്യൂട്ടിയിൽ, നൈറ്റ് ഡ്യൂട്ടിയിൽ. അമ്മയച്ഛനെ ഉപേക്ഷിച്ച് പോയപ്പോഴും തിരിച്ചു വന്നതിൻ്റെ അന്ന് നൈറ്റും ഞാനുണ്ടായിരുന്നു. അപ്പം നമുക്കത്രയും വിഷമമുണ്ട്. ഒരു അമ്മയച്ഛനെ ഉപേക്ഷിച്ച കുഞ്ഞല്ലേ, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അന്ന് വിഷമമുണ്ട്. ഇപ്പോൾ അവൾ പോകുമ്പോഴും ഞങ്ങൾക്ക് അതേ വിഷമമുണ്ട്. ജാർഖണ്ഡ് സ്വദേശികൾ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയ കുഞ്ഞ് ഇനി കേരളത്തിന്റെ സ്വന്തം നിധിയാണ്. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത ആ കുഞ്ഞിനെ ഇപ്പോൾ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു കഴിഞ്ഞു. നിധി ഇങ്ങനെ ആരോഗ്യവതിയായി ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തോളമായി കുഞ്ഞ് എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു. ഇതുപോലെ വന്ന സമയത്ത് വെറും 950 ഗ്രാം മാത്രമായിരുന്ന നിധിയാണ് 2.5 കിലോയായി ആരോഗ്യവതിയായി ഇപ്പോഴിങ്ങനെ പുറത്തേക്ക് പോകുന്നത്.